നമസ്കാരം. കഥമ്പം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 8ാം നാളാണ്. ഇന്ന് നവദുർഗയുടെ അംശമായ മഹാഗൗരിയെയാണ് വഴിപെടേണ്ടത്. അംബികയുടെ അംശത്തിലാണ് വഴിപെടുന്നത് എങ്കിൽ നരസിംഹധാരിണി ദേവിയെയാണ് ഇന്ന് വഴിപെടേണ്ടത്. നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും ഓരോ പ്രത്യേകതകളുമുണ്ട്. അതിൽ നവരാത്രിയുടെ 8ാം നാൾ ഏറ്റവും പ്രത്യേകതയേറിയതാണ്. കാരണം ഇന്ന് ദുർഗാഷ്ടമി ദിവസമാണ്. സാധാരണ ദിവസങ്ങളിൽ അഷ്ടമി തിഥിയിൽ ദുർഗാദേവിയെ രാഹുകാലത്തിൽ വഴിപെടുവാണെങ്കിൽ നല്ല ഫലങ്ങൾ കിട്ടും എന്നാണ് ഐതിഹ്യം. എങ്കിൽ നവരാത്രിയുടെ ദുർഗാഷ്ടമിയിൽ ദേവിയെ പൂജിക്കുവാണെങ്കിൽ സകല കാര്യങ്ങളും വിജയം ലഭിക്കും എന്നാണ് വിശ്വാസം. ദുർഗാദേവി എടുത്ത അവതാരങ്ങളിൽ ഏറ്റവും ഭംഗിയായ രൂപം മഹാഗൗരിയാണ്. ദേവി നവരാത്രിയുടെ 7ാം ദിവസം കാൽരാത്രി ദേവിയായി ശുംഭനിശുംഭനെ വധിച്ച് രക്തബീജസിന്റെ ചോര കുടിച്ച് അവരെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കി. ചോര കുടിച്ചതുകൊണ്ട് ദേവി ആകെ കറുത്ത നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ദേവി ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു തൻ്റെ പഴയ സ്വരൂപം തിരിച്ചു കിട്ടാനായിട്ട്. ബ്രഹ്മാവ് കാൽരാത്രി ദേവിയോട് പറഞ്ഞു ഹിമാലയ പർവ്വതത്തിലുള്ള മാനസരോവർ നദിയിൽ ചെന്ന് കുളിക്കുവാനായിട്ട്. അപ്രകാരം ദേവി ചെന്ന് കുളിക്കുകയും ദേവിയുടെ പഴയ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് മഹാഗൗരി ആയത് എന്നാണ് പഴയ പുരാണങ്ങളിൽ പറയുന്നത്. ഇനി നൈവേദ്യമായിട്ട് മഹാഗൗരിക്ക് എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്ന് നോക്കാം. മഹാഗൗരിക്ക് നൈവേദ്യമായി വെക്കേണ്ടത് തേങ്ങാച്ചോറാണ്. പച്ചരി കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങാച്ചോറാണ്. അഥവാ അംബികയുടെ അംശമായ നരസിംഹധാരിണിയെയാണ് നമ്മൾ വഴിപെടുന്നത് എങ്കിൽ നരസിംഹധാരിണിക്ക് റോസ് പൂ കൊണ്ടോ മൈലാഞ്ചി ഇല കൊണ്ടോ പൂജിക്കാവുന്നതാണ്. നൈവേദ്യമായി പാൽച്ചോറോ പാൽപ്പായസമോ പുളിയവര ചുണ്ടലോ വെച്ച് നിവേദിക്കാവുന്നതാണ്. ദേവിക്ക് ദ്രാക്ഷപ്പഴം കൊണ്ടും നിവേദിക്കാവുന്നതാണ്. നരസിംഹധാരിണിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, പ്രത്യങ്കരാ ദേവി എന്നതാണ്. നിങ്ങൾ നവദുർഗയുടെ അംശമായ മഹാഗൗരിയെയാണ് വഴിപെടുന്നത് എങ്കിലും അംബികയുടെ അംശമായ നരസിംഹധാരിണി അഥവാ പ്രത്യങ്കരാ ദേവിയെയാണ് വഴിപെടുന്നത് എങ്കിലും ഇന്ന് മയിൽപ്പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇന്ന് പൂജയ്ക്ക് വയ്ക്കേണ്ട ദിവസമാണ്. കുട്ടികളുടെ ബുക്സൊക്കെ പൂജയ്ക്ക് വയ്ക്കാൻ മറക്കരുതേ. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ, എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.